പഠിക്കുന്നത് ഇക്കായി യൂണിറ്റ് 3 യൂണിറ്റ് 1 പാഠങ്ങൾ നമ്മൾ പഠിച്ചു. ഭംഗിയായിട്ട് പഠിച്ചൊരു പാഠമുണ്ട് ബേർബെകൂട്ടി. രണ്ടാമത്തത് ഹതാശസേക്ക് വ്യക്തി ബൈഗയാഥ. 3 ഏത് പാഠം? പറയും ടൂട്ടാ പക്കിയ. അത് കഴിഞ്ഞിട്ട് ഇക്കായി 2 കടന്നു. ഇക്കായി 2 കടന്നപ്പോൾ നമ്മൾ നോക്കിയത് ഏതൊക്കെയാണെന്നും പഠിച്ചത് ഏതൊക്കെയാണെന്നും നിങ്ങളുടെ മനസ്സിനകത്തുണ്ട്. ഇക്കായി 2 നമ്മൾ നോക്കിയത് 1 അയ്യം കലാം കെ ബഹാനെ. അയ്യം കലാം കെ ബഹാനെ. രണ്ടാമത്തത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച് തീർത്തു. ഏതാണ്? സബ്സെ ബഡാ ഷോമാൻ. നോട്ട്സ്, എല്ലാ പാഠഭാഗത്തിൻ്റെയും നോട്ട്സ് ഓഫീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് ഒന്ന് വാങ്ങിക്കൊള്ളണം. വാങ്ങുമ്പോൾ വെറും കൈയോടെ വന്ന് വാങ്ങിക്കളയരുത്. കൃത്യമായിട്ട് മന്ത്ലി ഫീസൊക്കെ അടച്ച് കൃത്യമായിട്ടത് വാങ്ങിച്ചോളണം. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ഒരു പാഠഭാഗമുണ്ട്. അത് CD ഇട്ട് കാണേണ്ട ഒരു സിനിമാ ഗാനമാണ്. പരീക്ഷയ്ക്കൊന്നും ചോദിക്കില്ല. നിങ്ങളതിനെ ആലാപനം എങ്ങനെ നടത്താമെന്നുള്ളതാണ്. അത് നമ്മൾ ഒഴിവാക്കി. നീലി ആസ്മാൻ ചത്തരി, നീലി ആസ്മാന് ചത്തരി. അത് തന്നെത്താനെ CD കിട്ടും. CD ഇട്ടത് കണ്ടോളണം. ഇനി നമ്മൾ പഠിക്കുന്നത് ഇക്കായി 3. അപ്പോൾ ഇക്കായി 1, ഇക്കായി 2. ഈ 2 പാഠഭാഗത്തിലെയും പ്രധാനപ്പെട്ട പാഠഭാഗം, വളരെ പ്രധാനപ്പെട്ടത് 1 ബേർബെകൂട്ടി, രണ്ടാമത്തത് അയ്യം കലാം, 3 സബ്സെ ബഡാ ഷോമാൻ. ഈ 3 പാഠഭാഗങ്ങളും വളരെ കറക്റ്റ് ചെയ്ത് പഠിച്ചോളാം. പിന്നീട് അടുത്ത പ്രാധാന്യം കൊടുക്കേണ്ടത് ടൂട്ടാ പക്കിയ. ലാസ്റ്റ് മതി ഹതാശസേക വ്യക്തി ബൈഗയാഥ. ഇനി നമ്മൾ യൂണിറ്റ് 3 കിടക്കുന്നു. പാഠഭാഗത്തിൻ്റെ പേര് അകാൽ ഉസ്കെ ബാദ്. ഇതൊന്ന് അകാൽ, അവർ ഉസ്കെ ബാദ്. അകാൽ എന്ന് പറഞ്ഞാൽ അർത്ഥം ക്ഷാമം, ദാരിദ്ര്യം. അകാൽ, ക്ഷാമം, ദാരിദ്ര്യം. എഴുതി വെച്ചോളണം. അറിഞ്ഞുകൂടെങ്കിൽ അവർ ഉസ്കെ ബാദ്, അതിന് ശേഷം. ഉസ്കെ ഒരു ഗ്രാമർ പോർഷനാണ്. ഉസ്കെ എങ്ങനെ നമ്മൾ പിരിച്ചെഴുതും? അതിലൊരു സർവനാമം എവിടെയോ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഉസ്കെ പിരിച്ചെഴുതിയാൽ നമുക്ക് കിട്ടുന്ന സർവനാമം വഹ്. വഹ് പ്ലസ് ക ഉസ്ക, വഹ് പ്ലസ് കെ ഉസ്കെ, വഹ് പ്ലസ് കി ഉസ്കെ. അപ്പം സർവനാമം ഏത്? വഹ്. വഹ് അകാൽ ഔർ ഉസ്കെ ബാദ്. അകാലും അതിന് ശേഷവും. അകാൽ ഔർ ഉസ്കെ ബാദ്. കവിത എഴുതിയതാര്? നാഗാർജുൻ. നാഗാർജുൻ കവിത എഴുതിയത് നാഗാർജുൻ. പരീക്ഷയ്ക്കൊരു ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം. പാഠ്, ലേഖക്, പ്രോക്തി. പാഠ് അകാൽ ഔർ ഉസ്കെ ബാദ്. പാഠത്തിൻ്റെ പേരെന്തോന്ന്? അകാൽ ഔർ ഉസ്കെ ബാദ്. ആരാണ് കവി? നാഗാർജുൻ. കവി ആര്? നാഗാർജുൻ. പ്രോക്തി ഏതാണ്? ഈ പാഠഭാഗം കഥയാണോ, കവിതയാണോ, നോവലാണോ, ഏകാംഗിയാണോ, ജീവചരിത്രമാണോ, ഇൻ്റർവ്യൂ ആണോ, ഏതാണെന്നുള്ളത്? ഏതാണ്? കവിത. 1 മാർക്കിന് ചോദിക്കാം. പാഠ്, ലേഖക്, പ്രോക്തി. പാഠ് ഏത്? അകാൽ ഔർ ഉസ്കെ ബാദ്. മനസ്സിലായ? ലേഖക് അല്ലെങ്കിൽ കവി നാഗാർജുൻ, പ്രോക്തി കവിത. അപ്പം അകാലിൻ്റെ അർത്ഥം എന്തോന്ന്? ക്ഷാമം. അകാലിൻ്റെ അർത്ഥം ക്ഷാമം അല്ലെങ്കിൽ ദാരിദ്ര്യം. അവർ ഉസ്കെ ബാദ്, അതിന് ശേഷവും. 2 പാർട്ടായിട്ടാണ് ഈ കവിത കൊടുത്തിട്ടുള്ളത്. ആദ്യം അകാലം,
ക്ഷാമം വന്നാൽ, ദാരിദ്ര്യം വന്നാൽ, കഷ്ടപ്പാട് വന്നാൽ, ബുദ്ധിമുട്ട് വന്നാൽ നാം അനുഭവിക്കുന്ന വേവലാതി എന്തൊക്കെയാണ്? ഇപ്പോഴൊക്കെ നമ്മൾ കണ്ടു, 6-8 മാസം കൊണ്ട് നമ്മളൊക്കെ അനുഭവിക്കുന്ന ദുഃഖം, നമ്മളൊക്കെ അനുഭവിക്കുന്ന ദുരിതം, പുറത്തിറങ്ങാൻ വയ്യാത്ത സാഹചര്യം, പൈസയ്ക്ക് പൈസയില്ലാത്ത ചുറ്റുപാട്, ആഹാര പ്രശ്നങ്ങൾ, ഒരു സ്വാതന്ത്ര്യമില്ലായ്മ, എപ്പോഴും അസുഖം വരുമെന്നുള്ളൊരു പേടി, അതാണ് അകാൽ. ഇപ്പം മാറും. നവംബർ കഴിഞ്ഞാൽ ഡിസംബറോടുകൂടി എല്ലാം മാറും. മാറിയാൽ പിന്നെ നമുക്ക് കഠിനാധ്വാനത്തിലൂടെ റിസൾട്ട് മെച്ചപ്പെടുത്താനുള്ള ശ്രമം നമുക്ക് നടത്താം. അപ്പം 2 പാർട്ട് കണ്ടോ? ഇപ്പോൾ നമുക്ക് ആ കാല്, ഡിസംബറോടുകൂടി നമുക്ക് നല്ല കാലഘട്ടം. അങ്ങനെയുള്ളൊരു പാഠഭാഗത്തിലേക്കാണ് നാം കിടക്കുന്നത്. നോക്കിക്കോളെ. കൈദിനോന്തക്ക് ചുൽഹാരോയ ചക്കീരഹി ഉദാസ്. ഒരിക്കൽ കൂടെ. കൈദിനോന്തക്ക് ചുൽഹാരോയ ചക്കീരഹി ഉദാസ്. കൈദിനോന്തക്ക് കാനി കുത്തിയ സോയി ഉൻകേ പാസ്. ഒരിക്കൽ കൂടെ. കൈദിനോന്തക്ക് കാനി കുത്തിയ സോയി ഉൻകേ പാസ്. അടുത്ത 3-ാമത്തെ വരി. കൈദിനോന്തക്ക് ലഗി ഭിത്ത് പർ. ഒരിക്കൽ കൂടെ. കൈദിനോന്തക്ക് ലഗി ഭിത്ത് പർ ചിപക്കലിയോങ്കി ഗസ്ത്. ചിപക്കലിയോങ്കി ഗസ്ത്. കൈദിനോന്തക്ക് ചൂഹോങ്കി ബി ഹാലത്ത് രഹി ശിഖസ്ത്. ഹാലത്ത് രഹി ശിഖസ്ത്. നോക്കിക്കോളേ. കൈദിനോന്തക്ക് ചുൽഹാരോയ. ഇതേതാണ്? അകാല്, ക്ഷാമം, ദാരിദ്ര്യം, പട്ടിണി വന്നപ്പോ നമുക്കുണ്ടാകുന്ന അവസ്ഥ. നോക്കിക്കോളേൻ. കൈദിനോന്തക്ക് ചുൽഹാരോയ ചക്കീരഹി ഉദാസ്. കൈദിനോന്തക്ക് ദിവസങ്ങളോളം. അർത്ഥമെന്തോന്ന്? ദിവസങ്ങളോളം. കൈദിനോന്തക്ക് ദിവസങ്ങളോളം. ആര്? ചുൽഹാരോയ. ചുൽഹ അടുപ്പ്. അറിഞ്ഞുടങ്ങി കുറിച്ചോളം. അടുപ്പ്. ചുൽഹ അടുപ്പ്. ഇന്ന് അടുപ്പെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിഞ്ഞൂടാ. ഇന്ന് വേണമെങ്കിൽ ഗ്യാസ് സ്റ്റൗ, ഗ്യാസ് അടുപ്പ്. പണ്ടങ്ങനെയല്ല, വിറകിട്ട് കത്തിക്കുന്ന അടുപ്പുണ്ട്. പാഠഭാഗത്തിലെ പടത്തില് 2-ാമത്തെ പടം കണ്ട, 2 കല്ല് കുഴിച്ചു വെച്ചിട്ടുണ്ട്. അതാണ് അടുപ്പ്. ഒരിക്കൽ കൂടെ. കൈദിനോന്തക്ക് ചുൽഹാരോയ. ദിവസങ്ങളോളമായി ചുൽഹ കരയുന്നു. എന്താണ് ചുൽഹ കരയാൻ കാരണം? എണ്ണ കത്തിക്കുന്നില്ല, അടുപ്പ് കത്തുന്നില്ല. എന്താണ് അടുപ്പ് കത്താത്തത്? ആഹാരം പാചകം ചെയ്യാൻ ഭക്ഷണ പദാർത്ഥങ്ങൾ അവിടെ ഇല്ല. പട്ടിണി. 1 മണി ധാന്യമെടുക്കാൻ, 1 മണി അരിയെടുക്കാൻ, 1 മണി ഗോതമ്പെടുക്കാൻ, അല്ലെങ്കിൽ പയറുവർഗ്ഗങ്ങൾ എടുക്കാൻ ഒന്നിനും അവിടെ ഇല്ല. അതുകൊണ്ട് അടുപ്പ് കത്തിയിട്ട് ദിവസങ്ങളോളമായി. മനസ്സിലായ? അരവരി മനസ്സിലായ? കൈദിനോന്തക്ക് ചുൽഹാരോയ. ചുൽഹ അടുപ്പ് കിടന്ന് കരയുന്നു. എത്രയെങ്കിലും ദിവസമായി എന്നെ ഒന്ന് കത്തിച്ചിട്ട് അടുപ്പ് കിടന്ന് പറയുന്നു, എന്നെ ഒന്ന് കത്തിക്കൂ, എന്നെ ഒന്ന് കത്തിക്കൂ. ഞാൻ ഇങ്ങനെ ദിവസങ്ങളോളം കിടന്ന് മുഷിഞ്ഞു പോകുന്നു, എന്നെ ഉപയോഗപ്രദമാക്കൂ.
അല്ലെങ്കിൽ ഞാൻ ശൂന്യയായി പോകും, ഉപയോഗശൂന്യമായി പോകും. അതുകൊണ്ട് ദയവായി എന്നെ ഒന്ന് കത്തിക്കൂ. അതാണ് കയ്യീദിനോന്തക്ക് ചുൽഹാരോയ. ചുൽഹ അടുപ്പ്, മനസ്സിലായ? ചുൽഹാരോയ, കയ്യീദിനോന്തക്ക് ചുൽഹാരോയ. തീർന്നില്ല. ചക്കി രഹി ഉദാസ്. ചക്കി അർത്ഥം അരകല്ല്. ചക്കി അരകല്ല്. അരകല്ല് പണ്ടൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അരകല്ലെന്ന് പറയും, തിരുവക്കല്ലെന്ന് പറയും. തിരുവക്കല്ല് സാധനങ്ങൾ ഏതൊക്കെ? ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, അരി മുതലായവ വാരിയിട്ട് പൊടിക്കുന്ന ഒരു തിരുവക്കല്ലുണ്ട്. അതാണ് ചക്കി. ഇന്ന് നമുക്ക് വേണമെങ്കിൽ അതിനെ ഉരളെന്ന് വിളിക്കാം. അല്ലെങ്കിൽ ഇന്നതിനെ ഉരളെന്ന് വിളിക്കാൻ പറ്റൂല. ഇന്ന് ആരെ വീട്ടിലും ഉരളില്ല. ഇന്നുള്ളത് മിക്സി, ഗ്രൈൻഡർ. ആ ചക്കി. ഇവിടെ തിരുവക്കല്ല്. തിരുവക്കല്ല് എന്ത് ചെയ്യുന്നു? ഉദാസ്, നിശബ്ദമായി കിടക്കുന്നു. കാരണം ഒടിക്കാനോ അവയ്ക്കാനോ ഇടിക്കാനോ ഒന്നിനും ഒരു ധാന്യമില്ല. ഉണ്ടെങ്കിലല്ലേ ഒടിക്കണ്ടി, ഉണ്ടെങ്കിലല്ലേ അവച്ചെടുക്കണ്ടി. അവയ്ക്കുക എന്ന് പറയും. ഗോതമ്പ് ഉരലിലിട്ട് വെള്ളം നനച്ച് അവച്ചെടുക്കും. അതിൻ്റെ ഉമി മാറ്റുന്നതിന് വേണ്ടി. അതിനൊന്നും ആരും അങ്ങോട്ട് ചെല്ലാറില്ല. അങ്ങോട്ട് ചെല്ലാറില്ല. എന്തുകൊണ്ടാണ് ചെല്ലാത്തത്? ധാന്യമില്ല, ഗോതമ്പില്ല, അരിയില്ല, പയറുവർഗ്ഗങ്ങളില്ല. ഇതേത് കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നു? അകാലിനെ സൂചിപ്പിക്കുന്നു, ക്ഷാമത്തെ സൂചിപ്പിക്കുന്നു, ദാരിദ്ര്യത്തെ സൂചിപ്പിക്കുന്നു. ഒരിക്കൽ കൂടെ നോക്കിക്കോളേൻ. കയ്യീദിനോന്തക്ക് ചുൽഹാരോയ ചക്കി രഹി ഉദാസ്. ദിവസങ്ങളോളമായി അടുപ്പൊന്ന് കത്തിയിട്ട്. പറയാറുണ്ട്, അടുപ്പ് കത്തിയിട്ട് കുറേ കാലമായി. കൊറോണ ബാധിച്ചതിൻ്റെ ഫലമായിട്ട് ജോലിയില്ല, കൂലിയില്ല. അങ്ങനെ അടുപ്പ് കത്താൻ വശമില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ആരാധ്യനായ പ്രധാനമന്ത്രിയുടെ ആ സൗജന്യ റേഷൻ, ആരാധ്യനായ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ സൗജന്യ റേഷൻ, ഇത് കുറേശ്ശെ വന്നപ്പോൾ കുറേശ്ശെ അടുപ്പ് കത്താൻ തുടങ്ങി. ചക്കി ചിരിക്കാനും തുടങ്ങി. അത് നമ്മൾ അടുത്ത പാർട്ടിൽ പഠിക്കാം. ഒരിക്കൽ കൂടെ നോക്കിക്കോളി. കയ്യീദിനോന്തക്ക് ചുൽഹാരോയ ചക്കി രഹി ഉദാസ്. മനസ്സിലായ? സംശയമുണ്ടാ? ദിവസങ്ങളോളം ഇതേതിനെ സൂചിപ്പിക്കുന്നു? ക്ഷാമത്തെ, ദാരിദ്ര്യത്തെ സൂചിപ്പിക്കുന്നു. കയ്യീദിനോന്തക്ക് ചുൽഹാരോയ ചക്കി രഹി ഉദാസ്. തീർന്നില്ല. അടുത്ത് കയ്യീദിനോന്തക്ക് ദിവസങ്ങളോളം കാനി കുത്തിയ ഒറ്റക്കണ്ണൻ പട്ടി. കാനി അർത്ഥം പടത്തിൽ കിടക്കുന്നുണ്ടോ? ചുരുണ്ടുകൂടി കിടക്കുകയാണ് പടത്തില്. കാനി കുത്തിയ ഒറ്റക്കണ്ണൻ പട്ടി. അതിൻ്റെ ഒരു കണ്ണ് കേടായിപ്പോയി. അതുകൊണ്ടാണ് ഒറ്റക്കണ്ണൻ പട്ടി എന്ന് പറയപ്പെടുന്നത്. കയ്യീദിനോന്തക്ക് കാനി കുത്തിയ, കുത്തിയ പെൺപട്ടി, കാനി കുത്തിയ സോയി ഉൻകെ പാസ്, കിടന്ന് ഉറങ്ങുന്നു. ആരെ അടുത്ത്? അടുപ്പിൻ്റെ അടുത്ത്. ആരെങ്കിലും ഒന്ന് തീ കത്തിക്കാൻ വരികയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ആഹാരം കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ കാനി കുത്തിയ കഹാ സോയി പടിക ചക്കി കെ പാസ്. കണ്ട? കയ്യീദിനോന്തക്ക് കാനി കുത്തിയ
സോയി ഉൻകെ പാസ്. ഉൻകെ പിരിച്ചെഴുതണം. എവിടെയോ ഒരു സർവനാമം കിടപ്പുണ്ട്. ആ സർവനാമം ഏതാണ്? വേ. കുറിച്ചോ? വേ. വേ പ്ലസ് ക ഉൻക. വേ പ്ലസ് കെ ഉൻകെ. വേ പ്ലസ് കി ഉൻകി. വേ പ്ലസ് കി ഉൻകി. അപ്പൊ സർവനാമം വേ. മറന്നു പോകരുത്. ഇതൊക്കെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. പോയിന്റായിട്ട് കുറിച്ച് വെച്ചോളണം. ഇനി കൈ ദിനോന്തൊക്കെ കാനി കുത്തിയ സോയി ഉൻകെ പാസ്. സോയി ഉൻകെ പാസ്. സോയി ഉൻകെ പാസ്. ഒരിക്കൽ കൂടെ. ഇത് അകാലിക്കെ ബാരേമൈ ക്ഷാമത്തെക്കുറിച്ച് കവി ശ്രീ നാഗാർജുൻ കഹത്തെ ഹേ. ക്ഷാമത്തെക്കുറിച്ച് കവിയായ ശ്രീ നാഗാർജുൻ പറയുന്നു. കൈ ദിനോന്തൊക്കെ ചുൽഹാരോയ ചക്കി രഹി ഉദാസ്. കൈ ദിനോന്തൊക്കെ കാനി കുത്തിയ സോയി ഉൻകെ പാസ്. कवि के राय में अकाल भयानक है. അകാല ഭയാനക. ക്ഷാമമെന്ന് പറയുന്നത്, ദാരിദ്ര്യമെന്ന് പറയുന്നത്, പട്ടിണി എന്ന് പറയുന്നത് ആ ഭയാനകമാണ്, ഭീഷണിപ്പെടുത്തുന്നതാണ്. കയ്യിനോന്തൊക്കെ ഇസിലിയേ. അതുകൊണ്ട് ദിവസങ്ങളോളമായി. എന്തായി ദിവസങ്ങളോളം? ചുൽഹ അടുപ്പ്, രോയ കരയുന്നു. കയ്യിനോന്തൊക്കെ ചുൽഹ രോയ. ചക്കീരകി ഉദാസ്. ചക്കി അരകല്ല്, ഉരകല്ല്, ആട്ടുകല്ല്, ഗ്രൈൻഡർ, മിക്സി. പണ്ടങ്ങനെ ഇല്ലായിരുന്നു. അതുകൊണ്ട് നമുക്കതിനെ അരകല്ലെന്നെടുത്താൽ മതി, അല്ലെങ്കിൽ അതിനെ തിരുവക്കല്ലെന്നെടുത്താൽ മതി. പട്ടിയുടെ നേരെ താഴെ കിടക്കുന്ന പടം നോക്കിയാ അതാണ് തിരുവക്കല്ല്. ഇനി ചക്കീരകി ഉദാസ് കയ്യിനോന്തൊക്കെ കാനി കുത്തിയ സോയി ഉൻകെ പാസ്. ഉൻകെ പാസ് ഏതിൻ്റെ അടുത്ത്? ചുൽഹക്കെ പാസ്. ചുൽഹയ്ക്കടുത്ത് കാനി കുത്തിയ സോയി പടികെ. സോയി പടികെ ഉറങ്ങിക്കിടക്കുന്നു. ഉൻകെ പാസ് രണ്ടെണ്ണം ഉണ്ട്, അതുകൊണ്ട് ബഹുവചനമാണ്. ഉൻകെ ഒന്ന് ചുൽഹ, മറ്റൊന്ന് ചക്കി. ചക്കി അവർ ചുൽഹക്കെ ബീച്ച് മേ കാനി കുത്തിയ സോയി പടികെ. അവിടെ ഒരു ചോദ്യം ചോദിക്കാം. കാനി കുത്തിയ കഹ സോയി പടികെ. ചോദ്യം മനസ്സിലായ? കാനി കുത്തിയ ഒറ്റക്കണ്ണം പട്ടി എവിടെ കിടന്നുറങ്ങുന്നു? എവിടെയാണ് കിടന്നുറങ്ങുന്നത്? ഒറ്റക്കണ്ണം പട്ടി കിടന്നുറങ്ങുന്നത് ചുൽഹയ്ക്കും അടുപ്പിനും ചക്കിക്കും ഇടയിലാണ് ആളുറങ്ങുന്നത്. കാനി കുത്തിയ. അപ്പൊ കാനി കുത്തിയ കഹാ സോയി പടിക. കാനി കുത്തിയ ചുൽഹ और चक्की के बीच में सोई पड़ी है. कानी कुतिया चूल्हा और चक्की के बीच में सोई पड़ी है. ഒരിക്കൽ കൂടെ. കാനി കുത്തിയ കഹാ സോയി പടി ഹെ. ഒരു മാർക്കിന്റെ ചോദ്യമാണ്. ആ 4 വരി പരീക്ഷയ്ക്ക് തരും. തന്നതിന് ശേഷം അതിൻ്റെ ചോദ്യങ്ങൾ തരും. എന്നിട്ട് അതിൻ്റെ ആസ്വാദന ടിപ്പണിയും ചോദിക്കും. നോട്ട് ഞാൻ കൊടുക്കും, വാങ്ങിക്കൊള്ളണം. അപ്പൊ കാനി കുത്തിയ കഹാ സോയി പടിക. കാനി കുത്തിയ ചുൽഹ അവർ ചക്കിക്ക് ബീച്ച് മേ സോയി പടിക. ഒരു മാർക്ക്. കാനി കുത്തിയ കഹാ സോയി പടിക. കാനി കുത്തിയ ചക്കി അവർ ചുൽഹ के बीच में सोई पड़ी है. മനസ്സിലായല്ലോ? എഴുതിയെടുത്തല്ലോ അല്ലെ? സംശയം ഉണ്ടാ? ഉണ്ടെങ്കിൽ ചോദിച്ചോളണം. ആർക്കെങ്കിലും ചോദ്യം മനസ്സിലായല്ലോ?
മലയാളത്തില് കാനിക്കുത്തിയ കഹ സോയി പഠിക. കാനിക്കുത്തിയ എവിടെയാണ് ഉറങ്ങിക്കിടക്കുന്നത്? കാനിക്കുത്തിയ ചുൽഹ അവർ ചക്കി കെ പാസ് സോയി പഠിക. ഇനി കൈ ദിനോം തക്ക് ലഗി ഭിത്ത് പർ ചിപക്കലിയോങ്കി ഗസ്ത്. അടുത്ത വരി മൂന്നാമത്തത്. കൈ ദിനോം തക്ക് ലഗി ഫിത്ത് പർ. ഫിത്ത് അർത്ഥം ചുവര്. ഫിത്ത് ചുവര്. കൈ ദിനോം തക്ക് ദിവസങ്ങളായി. കൈ ദിനോം തക്ക് ലഗി ഫിത്ത് പർ ചുവരില്. ചിപ്കലിയാൻ. ചിപ്കലി പുതിയ വാക്ക്. പുതിയ വാക്ക് ഏതാണ് ആ പുതിയ വാക്ക്? ചിപ്കലി. എന്താണ് ചിപ്കലി? പല്ലി. പല്ലി. ലിസാഡ് മെടുക്കര്. എഴുതി കാണിച്ച സുലൈമാനാണെങ്കിലും മുഹമ്മദ് താരിഫിനാണെങ്കിലും നന്ദി. കാരണം അവർ പഠിച്ചു. ചിപ്കലി ലിസാഡ്. ലിസാഡ് പല്ലി. ശ്രദ്ധിച്ചിരിക്കണം. ഫുൾ മാർക്ക് ഹിന്ദിക്ക് മറന്നു പോവരുത്. ചിപ്കലിയാം പല്ലികളുടെ ഗസ്ത്. അവരെങ്ങനെ ഉലാത്തേണ്ട. ഉലാത്തുന്നു. ഗസ്ത് ഉലാത്തുക. ഒരു തരം ഉലാത്തല് അല്ലേ? പാർവതിക്കും അഭിനന്ദനം. ലിസാഡ്. ലിസാഡ് പല്ലി. ചിപ്കലിയാം പല്ലികൾ ഉലാത്തുന്നു. കണ്ടിട്ടുണ്ട്. ഊണുമേശയിൽ അമ്മ ആഹാരം കോരി വെച്ചിട്ട് വിളിക്കുമ്പോൾ സമയത്തിന് ചെന്നില്ലെങ്കിൽ അമ്മ പറയും പല്ലി തിന്നോണ്ട് പോകുന്നു. ആഹാരം കോരി വെച്ചാൽ മതി, അപ്പം തന്നെ പല്ലി എത്തും. പല്ലി ഇറങ്ങി നക്കിക്കളയും. അതുകൊണ്ടാണ് അമ്മ പറയുന്നത് എത്രയും പെട്ടെന്ന് ആഹാരം കഴിച്ചോളാം. അതാണ് പല്ലികൾ ആഹാരം കിട്ടാത്തതുകൊണ്ട്, അതിൻ്റെ മണം കിട്ടാത്തതുകൊണ്ട്, അതിൻ്റെ പൊടിയും പൊട്ടും കിട്ടാത്തതുകൊണ്ട് ചുവരുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുന്നു. ലിസാഡുകൾ പല്ലികൾ. കയ്യീദിനോന്തക്ക് ലഗി ഭിത്തിപ്പർ ചിപക്കലിയോങ്കി ഗസ്ത്. ചിപക്കലികളുടെ ഗസ്ത്. ഗസ്ത് അർത്ഥം ഉലാത്തുക. അവരങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിക്കറങ്ങുന്നു. അപ്പോ ചിപ്കലിയാം കഹാം ഗസ്ത് കർത്തേക്ക് ഫിത്ത് പർ ചുവരുകളില്. കയ്യീദിനോന്തക്ക് കയ്യീദിനോന്തക്ക് ലഗി ഭിത്ത് പർ ചിപക്കലിയോങ്കി ഗസ്ത്. തീർന്നില്ല. കയ്യീദിനോന്തക്ക് ചൂഹോങ്കി ഭി ഹാലത്ത് രഗി ശികസ്ത്. കയ്യീദിനോന്തക്ക് ചൂഹ. ചൂഹ എലി. എലി റാറ്റ്. എലി പടവും കൂടെ കാണിക്കുകയാണ്. എലി നോക്കി വെച്ചോളണം. കയ്യീദിനോന്തക്ക് ആരൊക്കെ? കയ്യീദിനോന്തക്ക് ചൂഹോങ്കീബി. ചൂഹ എലി. ചൂഹോങ്കീബി. ഹാലത്ത് രഹി. ഹാലത്ത്. ഹാലത്ത് കണ്ടീഷൻ. അവസ്ഥ. 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 തീർന്നില്ല. രഹി ശിഖസ്ത്. അവർക്ക് പരാജയമാണ്. ശിഖസ്ത് അർത്ഥം പരാജയം. അവർ പരാജയപ്പെട്ടു പോയിക്കോ. വാട്ട് ഈസ് ദ റീസൺ? എന്താണ്? നക്കാനും നുണയ്ക്കാനും ഒന്നുമില്ല. വല്ല അരിയോ പയറോ ഗോതമ്പോ വല്ലതുമൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ അവർക്ക് എന്ത് ചെയ്യാമായിരുന്നു? കുറിക്കാമായിരുന്നു. എലി കുറിച്ചുകൊണ്ട് പോയെന്ന് പറയും. അരിക്കലത്തില് എലി കയറും. എലി കയറിയാൽ അത് കുറിക്കും. ഇവിടെ കുറിക്കാനൊന്നുമില്ല. അരിക്കലം കമഴ്ത്തിയിട്ടിരിക്കുന്നു. ഒരള് ചുമ്മാ കിടക്കുന്നു. അടുപ്പ് കരഞ്ഞോണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള വീട്ടിലെ എലിക്ക് തിന്നാൻ ആഹാരമില്ല, പല്ലിക്ക് തിന്നാൻ ആഹാരമില്ല, മനുഷ്യന് തിന്നാൻ ആഹാരം ഇല്ലേ ഇല്ല. മനസ്സിലായ? സംശയം ഉണ്ടാ? ഇത്രയാണ് അകാല് 4 വരിയിൽ.
അപ്പൊ അകാലിക്കെ ദിൻ എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്? ഒന്ന്, ചുൽഹ രോയ. രണ്ട്, ചക്കി ഉദാസ് ലഗി. മൂന്ന്, കാനി കുത്തിയ. खाना न मिलने के कारण उसके पास सोई पड़ी है. അടുത്ത് മൂന്ന്, നാല്, ചിത്ത് पर छिपकलियां इधर उधर घूमते फिरते हैं. അടുത്ത് कई दिनों तक चूहों को भी എലികള് ആ പരാജയപ്പെട്ടിരിക്കുന്നു. ശിഖസ്ത് പരാജയം അനുഭവിച്ചു പോയി. സംശയമുണ്ടാ? മനസ്സിലായ? അകാല് ക്ഷാമം പിടിപെട്ടപ്പോൾ ഉണ്ടായ സംഭവങ്ങള്, ഘടനകള് ഒരിക്കൽ കൂടെ പറഞ്ഞിട്ട് അങ്ങ് നിർത്താം. കയ്യീദിനോന്തക്ക് ചുൽഹാരോയ ചക്കീരകി ഉദാസ്. കയ്യീദിനോന്തക്ക് കാനി കുത്തിയ सोई उनके पास. कई दिनों तक लगी पित्त पर छिपकलियों की गस्त. कई दिनों तक चूहों की भी हालत लगी शिकस्त. മനസ്സിലായല്ലോ? മീനാക്ഷിക്ക് മനസ്സിലായി? ഇനി ആർക്കെങ്കിലും മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ ചോദിച്ചോളണം. അടുത്ത പോയിന്റിലേക്ക് കിടക്കുകയാണ്. ദാനേയായേ करके अंदर कई दिनों के बाद धुआं उड़ा आंगन से ऊपर. कई दिनों के बाद चमक उड़ी कर फरकी आंखें. कई दिनों के बाद कौवे ने कुजलाई पांगे. कई दिनों के बाद നോക്കിക്കോളേൻ. ദാനേ ആയേ ഖർക്കേ അന്തർ കൈ ദിനോങ്കേ ബാദ്. അങ്ങനെ ഒരു ദിവസം ആരാധ്യനായ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം വന്നു. ലോക്ക്ഡൗൺ ക്രമേണ പിൻവലിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് വീടുകളിൽ ധാന്യം വന്നു തുടങ്ങി. സൗജന്യ റേഷൻ കിട്ടിത്തുടങ്ങി. എല്ലാവരുടെയും മുഖത്ത് സന്തോഷം കൊണ്ട് ആ സന്തോഷത്തിൻ്റെ ആധിക്യം ഉണ്ടായി. അതാണ് ഇവിടെ നോക്കിക്കോളീൻ. പഴയ കാര്യം ഇന്നത്തെ കാലഘട്ടവുമായി ബന്ധപ്പെടുത്തുന്നു. നമുക്കത് ബന്ധപ്പെടുത്തി പഠിക്കാം. കണ്ട, നേരത്തെ നമ്മൾ പഠിച്ചു അല്ലേ? മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ ജനങ്ങൾക്കുണ്ടായ ദുഃഖം, ദുരിതം, കഷ്ടപ്പാട്, പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലുള്ള ട്യൂട്ടോറിയൽ കോളേജ് അധ്യാപകര് ഒരുപാട് ബുദ്ധിമുട്ടി. ക്ലാസ് തുടങ്ങുന്നത് വരെ ഞങ്ങൾക്കൊക്കെ വല്ലാത്ത പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഓൺലൈൻ ക്ലാസ് തുടങ്ങിയത്. ഓൺലൈൻ ക്ലാസ് തുടങ്ങിയപ്പോൾ ഞങ്ങളെ മുഖത്തൊക്കെ ഒരു ചെറുപുഞ്ചിരി, ഒരു ചെറുചിരി. കണ്ട, അതാണ് അടുത്ത ചാപ്റ്റർ. ദാനേ ആയേ കർക്കേ അന്തർ കൈ ദിനോങ്കേ ബാദ്. നമ്മളെ വീട്ടില് എന്തു വന്നു? ദാനേ ആയേ, ധാന്യങ്ങൾ വന്നു. ധാന്യം വന്നു, അരി വന്നു, ഗോതമ്പ് വന്നു, പയറുവർഗ്ഗങ്ങൾ വന്നു. എനിക്കറിഞ്ഞൂടെ പിന്നെ എന്തൊക്കെ വന്നെന്ന്. കടല, പരിപ്പ്, പയറ്, വെളിച്ചെണ്ണ, മുളക് പൊടി, എന്തൊക്കെയോ വീട്ടിൽ വന്നു. കൈ ദിനോ ദാനേ ആയേ. കൈ ദിനോങ്കേ ബാദ് ദാനേ ആയേ. ധാന്യങ്ങള് വന്നു, തീർന്നില്ല. ധുവാം ഉടാ. ധുവാം അർത്ഥം പൊടി, പുക. ധുവാം പുക, പുക. ഉടാ ഉയർന്നു. ആംഗൻ സേ ഊപ്പർ കൈ ദിനോങ്കേ ബാദ്. ആംഗൻ സേ ഊപ്പർ, ആ മുറ്റത്ത്. ആംഗൻ
അർത്ഥം മുറ്റം. മുറ്റം എന്ന് പറഞ്ഞപ്പോൾ എന്ത് മനസ്സിലായി? അടുപ്പ് കത്തി തുടങ്ങി. അടുപ്പ് കത്തിയതിന്റെ ഫലമായിട്ട് പുക ഉയർന്നു. മനസ്സിലായ? പട്ടിണി മാറുന്നു, പട്ടിണി മാറുന്നു. കണ്ട, ഇന്നലെ വരെ കരഞ്ഞുകൊണ്ടിരുന്ന, ഉദാസീനമായി കിടന്നിരുന്ന ആര്? അടുപ്പ് ഇന്ന് സജീവമായി. ഇന്ന് സജീവമായി. कई दिनों के बाद दाने आए, करके अंदर धुआं उड़ा आंगन से ऊपर. कई दिनों के बाद തീർന്നില്ല. ചമക്കുടി തിളങ്ങി. എന്താണ് തിളങ്ങിയത്? ഹർ ഭർക്കിയാങ്കേ, വീട്ടിലുള്ളവരുടെ ഒക്കെ, ആരൊക്കെ? പല്ലി, പട്ടി, അടുപ്പ്, തിരുവക്കല്ല്, എല്ലാവരുടെയും മുഖം എന്ത് ചെയ്തു? തിളങ്ങി. ചമക്കുടി കർഭർക്കി അങ്കേ കയ്യീദിനോങ്കേ ബാദ്, ദിവസങ്ങൾക്ക് ശേഷം എല്ലാവരുടെയും മനസ്സിനകത്ത് എന്തെന്നില്ലാത്ത സന്തോഷം തുള്ളിച്ചാടി. കൗവേനെ, കൗവാ കാക്ക. കാക്ക. പുക, എവിടെ പുകയുണ്ടോ അവിടെ ആര് കാണും? കാക്ക കാണും. കൗവേനെ കുജലായി, കുജലാന ചൊറിയുക, കുജലാന ചൊറിയുക, കുജലായി ചൊറിഞ്ഞിട്ടു. എന്തോന്നാണ് ചൊറിഞ്ഞത്? പാങ്കേ. എന്താണ് പാങ്കേ? പറയും. പാങ്കേ. മീനാക്ഷിക്ക് അറിഞ്ഞൂടെ? പാങ്കേ. ചിറക്, ചിറക്, ചിറക്. പാങ്കേ. കയ്യീദിനോങ്കേ ബാദ്, തൂവല്. തൂവലെന്നും പറയാം. അഖിലാകൃഷ്ണൻ അറിയാം തൂവലാണെന്ന്, ചിറകാണെന്നും പറയാം. കൈ കുജലായി. പാങ്കേ കയ്യീദിനോങ്കേ ബാദ്, ദിവസങ്ങൾക്ക് ശേഷം ആ വീട്ടിലുള്ള എല്ലാവർക്കും എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. ഇതാണ് അകാലം ഉസ്കേ ബാദ്. അകാലിൽ നമ്മളെ കണ്ടു, അതിനുശേഷം നമ്മളെ കണ്ടു. അതിനുശേഷം നമ്മളെ കണ്ടത് ഒന്നുകൂടെ ഞാൻ പറയാണ്. ദാനേയായേ കർക്കേ അന്തർ, കർക്കേ അന്തർ ദാനേയായേ കയ്യീദിനോങ്കേ ബാദ്. ദിവസങ്ങൾക്ക് ശേഷം അവിടെ എന്തു വന്നു? ധാന്യം വന്നു. ദുവാങ്ങുട, അടുപ്പ് പുകഞ്ഞു, അടുപ്പ് പുകഞ്ഞു. ആംഗൻ സേ ഊപ്പർ കയ്യീദിനോങ്കേ ബാദ്, ചമക്കുടി തിളങ്ങി. കർഭർക്കി, വീട്ടിൽ മൊത്തത്തിലുള്ള അങ്കേ കണ്ണുകള്. കയ്യീദിനോങ്കേ ബാദ്, കൗവേനെ കാക്ക കുജലായി ചൊറിഞ്ഞിട്ടു. എന്തോന്ന്? പാങ്കേ തുവല്, ചിറക്. പാങ്കേ കയ്യീദിനോങ്കേ ബാദ്, ദിവസങ്ങൾക്ക് ശേഷം. മനസ്സിലായ? ഒരു പാഠമാണ് തീർത്തത്. ഭംഗിയായിട്ട് മനസ്സിലായില്ല? ആ നോട്ട് ക്ലാസ്സിൽ ഇവിടെ കൊടുത്തിട്ട് ക്ലാസ് മനസ്സിലായില്ല എല്ലാവർക്കും? ടീച്ചർ വരും, ചോദിക്കും.